അമേരിക്കൻ മലയാളി സംഘടനകളുടെ സംഘടനയായ ഫൊക്കാനയുടെ 21ാമത് അന്താരാഷ്ട്ര കൺവെൻഷൻ അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫന്റെ അധ്യക്ഷതയിൽ അമേരിക്കൻ കോൺഗ്രസ്മാൻ രാജാ കൃഷ്ണമൂർത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലപ്പൊലിയും ചെണ്ടമേളവും കേരളീയ കലാരൂപങ്ങളുമൊക്കെയുള്ള ഘോഷയാത്രയോടെ ഫൊക്കാനയുടെ 21ാമത് അന്താരാഷ്ട്ര കോൺഫറൻസിന് വാഷിംഗ്ടൺ DC-യിൽ തുടക്കമായി. very good. Excellent. പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തി US കോൺഗ്രസ്മാൻ രാജാ കൃഷ്ണമൂർത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയുടെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ഇന്ത്യക്കാർ കടന്നു വരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ അധ്യക്ഷ പ്രസംഗം നടത്തി. I happen to be one of 5 Indian Americans in the US Congress. I affectionately call us the Samosa Caucus. We need more samosas. We need more pakoras. We need more idlis. We need more vadas. We need more of everybody in the US Congress. The only life we can be successful by getting into the political arena of American life. ഫ്രാൻസിസ് ജോർജ് MP, മുകേഷ് MLA, നികേഷ് കുമാർ, കവി മുരുകൻ കാട്ടാക്കട തുടങ്ങി നിരവധി പേർ ഫൊക്കാന കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ഫൊക്കാന കൺവെൻഷൻ സമാപിക്കും. അസാധാരണമായ സംഭവങ്ങളിലൂടെ ഓരോ നിമിഷവും തിളച്ചുമറിയുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ വാഷിംഗ്ടൺ DC-യിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ സംഘടനയാണ് ഈ ഫൊക്കാനയുടെ ഈ കൺവെൻഷൻ എല്ലാവിധമായ ആശംസകളും 24 നേരുന്നു. വലിയ വിജയമാകട്ടെ ഈ കൺവെൻഷൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്.